ആരംഭിക്കുന്നതിന് തുടങ്ങുന്നതിന് മുന്നോടിയായി കുംഭങ്ങൾക്ക് ആരാധന നടത്തി കുംഭ പ്രദക്ഷിണം ആരംഭിക്കുന്നതാണ്. കുംഭ പ്രദക്ഷിണത്തിന് മുന്നോടിയായി നടക്കുന്ന ആരാധന നടന്നു കഴിഞ്ഞു. പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ പ്രാർത്ഥന നടന്നു വരികയാണ്, തുറന്നു വരികയാണ്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അർദ്ധവാർഷിക കുംഭമേള പ്രദക്ഷിണം ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി കുംഭമേളയെ വരവേൽക്കുവാനായി വിശ്വാസികൾ ആശ്രമത്തിന്റെ തിരുസന്നിധിയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർമ്മലമായ ഭക്തിയോടുകൂടി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കുംഭമേളയെ വരവേൽക്കുവാനായി നിൽക്കുകയാണ്. കുംഭമേളയ്ക്ക് മുന്നിൽ ഗുരുപ്രകാശവും വഹിച്ച് ധ്വജം ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. കുംഭമേള ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഗുരുവിന്റെ പ്രകാശവും ഉൾവഹിച്ചുകൊണ്ട് ധ്വജം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുംഭപ്രദക്ഷിണം കാണുന്നതിനായി നിറഞ്ഞ മനസ്സോടുകൂടി ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കുംഭപ്രദക്ഷിണത്തിന് തയ്യാറായിരിക്കുകയാണ്. ആശ്രമ ദീപമാണ് കുംഭപ്രദക്ഷിണത്തിലേക്ക് അടുത്തു വരുന്നത്. ഏൽക്കുന്നതിനായി സ്വാമി ദീപം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്, ആശ്രമ ദീപം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അടുത്തത് ആശ്രമ കുംഭ പ്രദക്ഷിണത്തിന് വേണ്ടി തയ്യാറാകും. എല്ലാവരും കുംഭപ്രദക്ഷിണം കാണുന്നതിന് വേണ്ടി, അതിനെ വരവേൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. സന്ധ്യ സമയത്തെ സായംകാലത്തെ ഗുരുവിന്റെ ഭക്തിനിർഭരമായ പ്രാർത്ഥനാലയത്തിന് മുന്നിൽ നടന്നു വരികയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാവരും നിശ്ചിത അകലം പാലിച്ചാണ് ആശ്രമ പ്രാർത്ഥനാലയത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ആശ്രമത്തിന്റെ പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വി ഏറ്റ് വാങ്ങിക്കൊണ്ട് കുംഭം തലയിലേന്തി കുംഭ പ്രദക്ഷിണത്തിന് തയ്യാറാകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്രമത്തിന്റെ പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വി കുംഭം തലയിലേന്തിക്കൊണ്ട് പ്രാർത്ഥനാലയത്തിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. അടുത്തത് ആശ്രമ ദീപം ഏറ്റുവാകുന്നത് സ്വാമി ഗുരുനന്ദ ജ്ഞാന തപസ്വി. കുംഭ പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ആശ്രമ കുംഭവും ആശ്രമ ദീപവും കുംഭ പ്രദക്ഷിണത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസികൾ കുംഭ പ്രദക്ഷിണം കാണുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആശ്രമത്തിന്റെ പ്രാർത്ഥനാലയത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഓരോ കുംഭങ്ങളും തലയിൽ ഏന്തിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടി കുംഭ പ്രദക്ഷിണത്തിന് തയ്യാറായിക്കൊണ്ട് സന്യാസിമാർ പ്രാർത്ഥനാലയത്തിന്റെ ഇടനാഴിയിലേക്ക് നടന്ന് നീങ്ങുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തട്ടത്തിൽ അരി നിറച്ച്, നാളികേര പകുതിയിൽ എണ്ണ നിറച്ച്, ദീപം തെളിയിച്ച് അതിന്റെ ധന്യമായ ആ ഒരു പ്രകാശത്തിൽ അർദ്ധവാർഷിക കുംഭമേളയിലേക്ക് കുംഭത്തോടുകൂടി നടന്നു നീങ്ങാൻ പ്രകാശം ജ്വലിപ്പിക്കുന്ന ദീപവുമായി സന്യാസിമാർ അതിനിടയിലേക്ക് നടന്ന് നീങ്ങുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. കുംഭവും ദീപവുമായി ഗുരുവിന്റെ ഇടവും വലവും പ്രാർത്ഥിച്ച് സമസ്ത ലോകത്തിനും സകലവിധ ഐശ്വര്യങ്ങളും കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തിഗിരിയിലെ സന്യാസിമാർ കുംഭമേളയിൽ പങ്കെടുത്ത് പ്രാർത്ഥന നിർഭരം നടന്നു നീങ്ങുകയാണ്. ആശ്രമ കുംഭത്തിന് എല്ലാ ധന്യതകളും പകർന്നുകൊണ്ട് മുത്തുകുട പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന രംഗമാണ് നമ്മൾ കാഴ്ചയായി മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർദ്ധവാർഷിക കുംഭമേള കോവിഡ് പശ്ചാത്തലത്തിൽ 1000-10,000 ഗുരുവിന്റെ മക്കൾ എല്ലാ വർഷവും ചെയ്തു വരുന്ന കുംഭമേള ആഘോഷം ഇന്ന് ഈ കോവിഡ് കാലത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ സന്യാസിമാരുടെയും ബ്രഹ്മചാരികളുടെയും മാത്രമായ
ഒരു പ്രദക്ഷിണ ഘോഷമായി ഇവിടെ മാറിയിരിക്കുകയാണ്. മനസ്സിൽ പ്രാർത്ഥന സൂക്ഷിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും വീട്ടിലിരുന്നു കൊണ്ട് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച്, ദൈവമേ അപ്പ, ഏതൊരു നന്മയാണോ ഈ ഒരു കർമ്മത്തിലൂടെ ഈ ഉലകത്തിന് സംഭവിക്കേണ്ടത്, കിട്ടേണ്ടത്, ആ നന്മകൾ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും വീട്ടിലിരുന്ന് ഈ ഒരു കുംഭമേളക്ക് എല്ലാ ധന്യതകളും സങ്കല്പം കൊണ്ട് പകരുന്ന ഒരു കാഴ്ച നമുക്ക് പകരുന്ന ഒരു രംഗമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുംഭമേള പ്രദക്ഷിണം ഗുരുവിന്റെ പർണശാലയിലൂടെ നീങ്ങി ഇടവും വലവും സഞ്ചരിച്ച് അത് പ്രാർത്ഥനാലയത്തിലേക്ക് നീങ്ങി വരുന്നതാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ ഈ ധന്യതയെ തന്റെ ഗുരുവിന്റെ പ്രകാശത്തിൽ എല്ലാം നുകർന്നുകൊണ്ട് സകലവിധ പാപങ്ങളും മാറി ഈ ഉലകത്തിന് തന്നെ എല്ലാ നന്മകളും വരണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ ഈ ധന്യമായ കാഴ്ചകളെ സകലവിധ ധന്യതകളോടും നുകർന്നുകൊണ്ട് ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ ആ ഒരു ധന്യതയെ പ്രണമിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വിശ്വാസികൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ അവർ ഈ ധന്യതയെ നുകർന്നുകൊണ്ട് ഈ കുംഭമേള പ്രദക്ഷിണത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥനാലയത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്രമ ദീപവും ആശ്രമ കുംഭവും പ്രാർത്ഥനാലയത്തിൽ ഇടനാഴിയിലൂടെ സഞ്ചരിച്ച് ഗുരുവിന്റെ ഇടവും ഫലവും സഞ്ചരിച്ച് സകലവിധ പ്രാർത്ഥനകളും ഉലകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സകലവിധ പ്രാർത്ഥനകളും നടത്തിക്കൊണ്ട് കുംഭത്തെ മുത്തുകുട ചൂടി എല്ലാ ധന്യതകളും പകർന്നുകൊണ്ട് ആ കുംഭത്തെ മുന്നോട്ട് നയിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മപ്രകാശത്തിൽ നിന്നും അശരീരിയായി അറിയിച്ചു കിട്ടിയ മഹനീയമായ ആഘോഷമാണ് ശാന്തിഗിരിയിലെ കുംഭമേള. 1973 കന്നി 4 സംഭവിച്ച ഗുരുവിന്റെ ആത്മീയ അവസ്ഥാ പൂർത്തീകരണം ത്തോടനുബന്ധിച്ച് ഒരു കുംഭം വെച്ച് പ്രാർത്ഥിക്കണമെന്ന ബ്രഹ്മപ്രകാശത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും ശാന്തിഗിരി ആശ്രമത്തിൽ കുംഭമേള ആഘോഷിക്കുന്നു. പൂജിത പീഠ സമർപ്പണ വാർഷികത്തിൽ അർദ്ധവാർഷിക കുംഭമേളയും കന്നി 4 പൂർണ്ണ കുംഭമേളയും ആഘോഷിക്കുന്നു. പീതാംബര വസ്ത്രത്തിൽ പൊതിഞ്ഞ മൺകുടത്തിൽ വാസനാദ്രവ്യങ്ങളും ഔഷധക്കൂട്ടുകളും നിറച്ച് മൺകുടത്തിന്റെ വായ മൂടി നാളികേരവും അതിനപ്പുറം ഇലവർഗ്ഗങ്ങളും പൂക്കളും ഒരുക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന കുംഭം ശിരസിലേന്തി 1000-ൽ പരം ആൾക്കാരായിരുന്നു എല്ലാ വർഷവും അർദ്ധവാർഷിക കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡിന്റെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നിർമ്മലമായ മനസ്സോടുകൂടി വീട്ടിലിരുന്നു കൊണ്ട് ഈ ധന്യതയ്ക്ക് എല്ലാ ശക്തിയും പകർന്ന പ്രാർത്ഥനയോടുകൂടി ആശ്രമ അന്തരീക്ഷത്തിൽ ഇന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും സന്യാസിമാർ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഈ അർദ്ധവാർഷിക കുംഭമേള ഗുരുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രാർത്ഥനയോടുകൂടി ഉലകത്തിന് തന്നെ ഈ ഒരു കർമ്മത്തിലൂടെ, ഈ ധന്യതയാർന്ന കർമ്മത്തിലൂടെ എന്ത് നന്മയാണോ കിട്ടേണ്ടത് എന്ന അതിശക്തമായ സങ്കല്പത്തോടുകൂടി കുംഭമേളയുടെ ആഘോഷങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൈകൾക്ക്, അവരുടെ സങ്കല്പങ്ങൾക്ക്, സന്യാസിമാരുടെ സങ്കല്പങ്ങൾക്ക് ശക്തി പകരുവാൻ അതിശക്തമായ പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ പ്രാർത്ഥനാലയത്തിന്റെ മുന്നിലും പർണശാലയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്നേഹവും വാത്സല്യവും ഭക്തിയും നിറച്ച് നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഗുരുവിന്റെ അനവധ്യ ഭാവങ്ങളാണ്. പുണ്യഭാഗ്യങ്ങളുടെ പൂർണ്ണതയായ ഗുരു സമസ്ത പ്രപഞ്ചത്തിന്റെയും ഏറ്റവും മഹനീയമായ തേജോ പുഞ്ചമാണ്. സനാതന ധർമ്മത്തിന്റെ ഉദാത്തമായ മുഖ്യ സങ്കല്പങ്ങൾ ഗുരുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അനിതര സാധാരണമായ ത്യാഗത്തിലൂടെ ഗുരു ആർജിച്ച ചൈതന്യവും പ്രഭാവവും ഗുരു പങ്കുവച്ചത് നമുക്കെല്ലാവർക്കും നന്മ വരാനും സുഖമുണ്ടാകാനും എല്ലാവർക്കും എല്ലാം കിട്ടുന്നതിനും വേണ്ടി ആയിരുന്നു എന്ന് നാം ഓർക്കണം. ഇവിടെ ഈ ഉലകത്തിന്റെ തന്നെ സകലവിധ ദോഷങ്ങളെയും മാറ്റുന്ന വലിയൊരു സങ്കല്പ ധന്യതയാണ്, സങ്കല്പ ആഘോഷമാണ് ഇന്ന് ഇവിടെ പൂർണ്ണ കുംഭമേളയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശക്തി പകരുന്ന, ധന്യത പകരുന്ന എല്ലാ സങ്കല്പങ്ങളോടുകൂടി സന്യാസിമാരും
ഗൃഹസ്ഥ ശിഷ്യന്മാരും ഗൃഹസ്ഥാശ്രമികളും ഗുരുവിന്റെ മക്കളും എല്ലാം ചേർന്ന് ഈ ഒരു സങ്കല്പത്തിന് ശക്തി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുംഭമേളയെ വരവേൽക്കുന്ന രംഗമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിൽ ഗുരുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഒരു ദൈവസങ്കല്പത്തിൽ എല്ലാ ധന്യതകളും ഉണ്ടായി ഉലകത്തിന് തന്നെ ഇന്നുവരെ നടന്നിരിക്കുന്ന എല്ലാ കർമ്മദോഷങ്ങളും മാറ്റി സകലവിധ നന്മകളും ഉണ്ടായി തീരുവാൻ, സകലവിധ പാപങ്ങളും മാറി സകലവിധ നന്മകളും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രംഗമാണ് നാം ഇന്ന് കാണുന്നത്. ഒരച്ഛന്റെ മക്കളെ പോലെ സകലവിധ മതസ്വഭാവങ്ങളെയും ജാതി സ്വഭാവങ്ങളെയും മറന്ന ഒരച്ഛന്റെ മക്കളെ പോലെ നിങ്ങൾ ജീവിക്കണമെന്ന ഗുരുവിന്റെ ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായി ഈ ഉലകത്തിന്റെ തന്നെ സകലവിധ സമാധാനത്തിനും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ വേദനകളെയും മാറ്റുവാൻ ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയ ഈ ഒരു ധന്യമായ ആഘോഷ പരിപാടിയെ, കുംഭമേളയെ അതിന്റെ എല്ലാ ധന്യതയിലും ചെയ്ത് ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് കുംഭമേള ദിനമായ ഇന്ന് ഗുരുവിന്റെ മക്കൾ പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കുംഭമേള ഘോഷയാത്ര പ്രാർത്ഥനാലയത്തിന്റെ ഇടനാഴിയിലൂടെ കടന്ന് അത് പർണശാലയെ പ്രദക്ഷിണം ചെയ്ത് ഗുരുവിന്റെ ഇടവും ആ സങ്കല്പത്തെ എത്തിച്ചുകൊണ്ട് തിരിച്ച് പ്രാർത്ഥനാലയത്തിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും താൻ അനുഭവിക്കുന്ന സകലവിധ വേദനകളെയും യാതനകളെയും ജന്മാന്തരങ്ങളായി അനുഭവിക്കുന്ന വേദനകളെയും 12 കുംഭങ്ങൾ എടുക്കുന്നതോടുകൂടി മാറി കിട്ടുമെന്ന ആ ഒരു ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകളെ അനുനയിച്ചുകൊണ്ടാണ് ഈ ഒരു ആഘോഷ പരിപാടി ശാന്തിഗിരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഉലകത്തിലുള്ള സകല മക്കളുടെയും വേദനകൾ മാറ്റുന്നതിന് ഇവിടുത്തെ സന്യാസി സംഘം, ഗുരുധർമ്മ പ്രകാശ സഭയിലെ ഈ സന്യാസി സംഘം ഈ ഉലകത്തിന്റെ തന്നെ മുഴുവൻ വേദനകളെയും മാറ്റുന്നതിന് വേണ്ടി ആ ഒരു ധർമ്മത്തെ ഗുരുവിന്റെ ആ ഒരു നിശ്ചയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ കുംഭഘോഷയാത്രയിൽ അവരുടെ സങ്കല്പത്തെ അവർ ചെയ്ത് എത്തിക്കുന്ന രംഗമാണ് നമ്മുടെ മുന്നിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനാത്തിൽ തുടങ്ങിയ കുംഭ പ്രദക്ഷിണ ഘോഷയാത്ര പർണശാല കടന്ന് ഗുരുവിന്റെ ഇടവും വലവും നടന്ന് തിരിച്ച് പ്രാർത്ഥനാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങിയ പ്രത്യേക പുഷ്പാഞ്ജലിയോടുകൂടി തുടങ്ങിയ പൂജിതപീഠ സമർപ്പണ ആഘോഷ പരിപാടികളുടെയും അർദ്ധവാർഷിക കുംഭമേളയുടെയും പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൽ 8 നേരത്തെ ആരാധനയാണ് എല്ലാ ദിവസവും നടക്കുന്നത്. 6 മണിക്ക് ശേഷം തുടങ്ങിയ ആരാധനയ്ക്ക് ശേഷം തുടങ്ങിയ അർദ്ധവാർഷിക കുംഭമേള ഘോഷയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് അവരുടെ ജീവിതം കൊണ്ടും ജന്മാന്തരങ്ങൾ കൊണ്ടും വന്നിട്ടുള്ള സകലവിധ ദോഷങ്ങളെയും സകലവിധ മാരണങ്ങളെയും മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്ന് കിട്ടിയ ഈ ഒരു ആഘോഷത്തെ, പൂർണ്ണ കുംഭമേള എന്ന ഈ ആഘോഷത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ, ഗുരുവിന്റെ നിശ്ചയത്തെ ഉലകത്തിന് മുഴുവൻ ധന്യതയായി പകർന്നു കിട്ടുവാൻ വേണ്ടി സന്യാസിമാർ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന പൂർണ്ണ കുംഭമേള ഘോഷയാത്രയാണ് നമുക്ക് മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന നിർഭരമായ തലയിൽ കുംഭമേന്തിക്കൊണ്ട് അതിനെ മുഴുവൻ പ്രാധാന്യത്തോടും ധന്യതയോടും കൂടി അവിടെ വെൺകുട ചൂടിക്കൊണ്ട് അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ നിന്ന് അത് പർണശാലയിലേക്കും ഗുരുവിന്റെ ഇടവും വലവും തിരിഞ്ഞുകൊണ്ട് അത് പ്രാർത്ഥനാലയത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുകയാണ്. എല്ലാ വ്യക്തികളും ഗുരുവിന്റെ ഇച്ഛപ്രകാരം നടക്കുന്ന, ആ ദൈവനിശ്ചയപ്രകാരം നടക്കുന്ന ഈ പൂർണ്ണ കുംഭമേളയെ അതിന്റെ പരമാവധി അതിന്റെ ധന്യതയിൽ എത്തിക്കുവാൻ എന്താണ് ഗുരു നിശ്ചയിക്കുന്നത് അതുപോലെ അത് സംഭവിക്കണമെന്ന് ഒരു പൂർണ്ണമായ ഒരു സങ്കല്പ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ് വിശ്വാസി വൃന്ദങ്ങൾ, ഗുരുവിന്റെ മക്കൾ. ആ കാഴ്ചയാണ് പർണശാല ഘോഷയാത്രയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നാം இப்போது கண்டுகொண்டிருப்பது சாந்திகிரி ஆசிரமத்தில் பூஜித பீட சமர்ப்பண விழாவின் பாகமாக நடந்து கொண்டிருக்கும் அர்த்தவார்ஷிக கும்பமேளாவாகும். காண கண்கொள்ளா காட்சியான இந்த நிகழ்வு இப்போது ஆசிரமத்தின் பிரார்த்தனாலயத்தின் பாகமாக சென்று
பர்ணசாலையின் பாகமாக அடைந்து குருவின் இடதுபுகமும் வலதுபாகமும் அடைந்து குரு எங்கெல்லாம் சஞ்சரித்தாரோ அங்கெல்லாம் அதன் நிகழ்வுகள் பிரகாசங்கள் ஒன்றொன்றாக அமைய வேண்டும் என்ற பிரார்த்தனையுடன் இந்த உலகிற்கு குரு என்ன நன்மையை அளிக்க விளைந்தாரோ அதை எல்லாம் நமக்கு வாரி வழங்க வேண்டும் என்ற பிரார்த்தனையை மனதில் ஏந்திக் கொண்டு நடக்கும் இந்த பிரார்த்தனையானது இப்போது நீங்கள் கண்டுகொண்டிருக்கிறீர்கள். பிரார்த்தனைக்கு பலம் கூட்டும் வகையில் அங்கே விசுவாசிகளின் பிரார்த்தனையும் ஒன்று கூடி உலகிற்கு இந்த என்ன நன்மை தர வேண்டுமோ அதை வழங்க வேண்டுமே அப்பா என்று கேட்டுக்கொள்ளும் இந்த பிரார்த்தனையானது இப்போது உங்கள் கண்முன் நடந்து கொண்டிருக்கிறது. பிரார்த்தனாலயத்தை அடையும் இந்த அர்த்தவார்ஷிக கும்பமேளாவானது குருவின் பிரகாசத்தை ஏந்தி வரும் துவஜம் அல்லது கொடி என்று அழைக்கப்படுவது முன்னரும், அதன் பிறகு குருவின் பிரகாசம் விளக்கிலும், அதன் பிறகு கும்பமாகவும், அதற்கு அணிகலனாக முத்துக்குடையும் அதன் கூட நடந்து வருவதை நாம் இப்போது காண்கிறோம். சாதாரணமாக இந்த நாளில் ஆயிரக்கணக்கில் ஆள்கள் ஒன்று கூடி தலையில் கும்பம் ஏந்தி நடந்து வரும் இந்த நிகழ்வானது இன்று இங்கு இந்த கோவிட் நெறிமுறைகளால் வரைமுறைப்படுத்தப்பட்டு சன்னியாசிகளின் பிரம்மச்சாரிகளையும் மாத்திரம் கொண்டு இது நடந்து வருவதை காண்கிறோம். இப்போது அந்த வலம் வரும் காட்சியானது பர்ணசாலையை அடைகிறது. பர்ணசாலையை வலம் வைத்துக் கொண்டு திரும்பவும் பிரார்த்தனாலயத்தில் அடையும் இந்த காட்சியானது எல்லாவித சிறப்பும் நமது வாழ்வில் கொண்டு தர அமையும் ஒரு பெரும் பங்கை வகிக்கிறது என்பது நாம் ஆவரும் ஒன்று கூடி இந்த பிரார்த்தனையின் பாகமாக அனுபவிக்கும் அனுபவமாகும். தனது சிஷ்யனை தன்னிலைக்கு உயர்த்தும் நிலவாக அதன் அமைப்பாக விழியும் இந்த நிகழ்ச்சியானது பூஜித பீட சமர்ப்பணம் என்ற பெயரில் அழைக்கப்பட்டு அது தனது அர்த்தவார்ஷிக கும்பமேளா, அதாவது மலையாள மாசம் கன்னி மாதத்தில் 4ஆம் நாள் பிரம்ம நிச்சய பிரகாரம் கிடைத்த வாக்கின் அடிப்படையில் இந்த கும்பம் நிறைக்கப்பட்டு இது உலகின் நன்மைக்காக எடுத்து தனது தலையில் ஏந்தி இது பிரார்த்தனையின் பாகமாக பிரார்த்தனாலயம் மற்றும் பர்ணசாலையை வலம் வைத்துக் கொண்டு வந்து சேரும் இந்த அருமையான காட்சியானது இந்த மாலை வேளையை தன்யமாக்கிக் கொண்டிருப்பதில் எந்த விதமான ஐயமும் இல்லை. நாம் கண்டு கழிக்கும் இந்த கண்கொள்ளா காட்சி ஆசிரமத்தின் பாகத்தில் வந்து கொண்டிருக்கிறது. கூடி நிற்கும் ஆத்ம பந்துக்கள், ஆசிரம விசுவாசிகள் தனது பிரார்த்தனையால் இதன் நன்மையை உணர்த்த வேண்டி எல்லோருடன் ஒன்று கூடி நிற்கும் இந்த காட்சியானது ஒரு பாரம்பரியத்தின் மிகப்பெரிய ஏடுகளில் ஒன்றாக மாறும் ஒரு சிறப்பு வரலாற்றின் பாகமாக இதன் சிறப்பை உணர்த்த ஒவ்வொருவராக தனது பிரார்த்தனையை சென்று கொண்டிருக்கிறார்கள், பிரார்த்தனையை சமர்ப்பித்துக் கொண்டிருக்கிறார்கள். இந்த மாலை வேளையானது பிரார்த்தனாலயத்தின் பல பாகங்களில் ஒன்று கூடி நிற்கும் இந்த ஆன்மநேயர்களின் பிரார்த்தனை தனது உச்சத்தை நெருங்கிக் கொண்டிருக்கிறது. பிரார்த்தனையின் பாகமாக பிரார்த்தனாலயத்தை வலம் வைத்து மீண்டும் பர்ணசாலையை அடைகிறது. இந்த கும்பமேளா அதன் ஒவ்வொரு அம்சமும் ஒவ்வொரு அசைவும் நமக்கு பெரும் பாக்கியத்தையும் பெரும் சந்தோஷத்தையும் பெரும் கண்கொள்ளா காட்சியையும் நமக்கு வழங்கிக் கொண்டிருக்கிறது என்பதை நாம் இப்போது காண்கிறோம். Now we are witnessing the grand procession of Kumbh Mela, the event signified by the
words from the universe that on the month of Malayalam month, Kanni, on 4th, that a kumbha should be filled to signify the elevation of Guru to is the ultimate stage of spiritual evaluation. Such a importance, such a significant event is conducted under prayerful condition and proceeded every year, occurring twice, once as a Purna Kumbh Mela, the other as Artha Varshiya Kumbh Mela. It is a event that fulfills everyone's heart with all its grandeur and in-depth meaning. But one by one and purifying us to a further elevation in the life which one cannot describe but experience. The experience of such a spiritual occurrence is what being proceeded here from one by one, and all are witnessing in this evening, which has become the part of Pujita Pida Samarpanam organization, even celebrations, and this evening is reaching its glory. Now the procession is entering its stages, where one by one completing all the requirements of this event and proceeding to its completion. The prayers of the devotees are being heard with such a clarity and commitment to this cause.